സിനിമയിലെ നിത്യഹരിത താരങ്ങളാണ് മനോജ് കെ ജയനും ഉർവശിയും. 90കളിലെ സിനിമകളിൽ ഇരുവരുടെയും കോംബോയും വലിയ ഹിറ്റായി മാറിയത് തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ ഈ കോംബോ ഹിറ്റാക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല. ആരാധകർക്ക് ഏറെ നിരാശ ഉണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും വിവാഹമോചനം. ഇരുവരും വീണ്ടും വിവാഹം കഴിച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജലക്ഷ്മി നായികയായി അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രമോഷനോടനുബന്ധിച്ച് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഉർവശിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മനോജ് കെ ജയൻ വികാര ഭരിതനാവുകയായിരുന്നു. കണ്ണുകൾ നിറയുകയും വാക്കുകൾ കിട്ടാതെ അദ്ദേഹം അല്പനേരം നിശബ്ദനായി ഇരിക്കുകയും ചെയ്തിരുന്നു. മനോജ് കെ ജയന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണിത്. 7ാം വയസ്സിൽ മകളെയും കൊണ്ട് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ നന്നായി പഠിപ്പിക്കുക, നല്ല ജോലി കിട്ടി വിവാഹം കഴിപ്പിക്കുക, ഇത് മാത്രമായിരുന്നു ലക്ഷ്യം. എന്റെ കരിയറിൽ ഒരുപാട് ഗ്യാപ്പ് വന്നതിന്റെ കാരണം മകളെ അതുപോലെ പുന്നാരിച്ച് നോക്കിയത് കൊണ്ടാണ്. പഠിത്തം കഴിഞ്ഞ് ചില കമ്പനികളിൽ ജോലിയും നോക്കിയ ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കുഞ്ഞാറ്റ പറയുന്നത് തന്നെ. ഇക്കാര്യം ആദ്യം പറയുന്നത് ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല, അടുത്ത സുഹൃത്ത് കൂടിയാണ്. അച്ഛനോട് നേരിട്ട് പറയൂ എന്ന് ആശ പറയുകയായിരുന്നു. അങ്ങനെ ഇക്കാര്യം എന്നോട് പറയുന്നു. 2 വർഷം മുമ്പാണ് സിനിമാ മോഹം അവൾ എന്നോട് ആദ്യം പറയുന്നത്. സിനിമയിൽ അവസരം വന്നപ്പോൾ ആദ്യം അമ്മയെ അറിയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, അവരുടെ അനുഗ്രഹം ആദ്യം വാങ്ങണം, കാരണം ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിയാണ് അവർ. അങ്ങനെ ഒരാളുടെ മകളാണ് കുഞ്ഞാറ്റ. ഇങ്ങനെ പറയുമ്പോൾ മനോജ് കെ ജയന്റെ വാക്കുകൾ ഇടറുകയായിരുന്നു. ഉർവശിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിതുമ്പി മനോജ് കെ ജയന്റെ തോളിൽ തട്ടി മകൾ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം. മകളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇമോഷണൽ ആകും. മകൾ ചെന്നൈയിൽ പോയി അവളുടെ അമ്മ വളരെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചു വിട്ടു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കഥ കേൾക്കാമോ എന്ന് എന്നോട് അവർ ചോദിച്ചപ്പോൾ ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ അത്രയും എക്സ്പീരിയൻസ് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ എനിക്കില്ല. കഥ കേട്ട് ഉർവശിക്ക് വളരെ തൃപ്തിയായി, എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇത് എന്നും മനോജ് കെ ജയൻ പറയുന്നുണ്ട്. അമ്മയുടെ ചിത്രങ്ങളിൽ വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടത് കല്യാണ മന്ത്രവും മിഥുനവും കളിപ്പാട്ടവും മുന്താണെ മുടിച്ച് എന്നീ ചിത്രങ്ങളാണ് എന്ന് കുഞ്ഞാറ്റ തന്നെ പറയുകയാണ്. ഞാൻ കണ്ടു വളർന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അച്ഛന്റെ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടം അനന്തഭദ്രമാണ്. ഒരേപോലെ പേടിപ്പിച്ചതും അച്ഛനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുകയും ചെയ്ത ചിത്രം തന്നെയാണ് ഇത് എന്ന് കുഞ്ഞാറ്റ പറയുന്നുണ്ട്. സല്ലാപം, സീനിയേഴ്സ്, ചമയം, നേരം ഇതൊക്കെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ്. അവരുടെ ഏത് സിനിമ കണ്ടാലും ഞാൻ ഇൻസ്പയർഡ് ആകാറുണ്ട് എന്നും മകൾ പറയുന്നുണ്ട്.